ഗർഭാവസ്ഥയിൽ ചില ഗർഭിണികളോട് ഡോക്ടേഴ്സ് ഡബിൾ മാർക്കർ ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിനെ കുറിച്ച് പലർക്കും കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാറില്ല. എന്താണ് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കുന്നത് എന്നതിനെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡബിൾ മാർക്കർ ടെസ്റ്റ് അഥവാ ഡബിൾ മാർക്കർ സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഇത് ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസത്തിൽ നടത്തുന്ന ഒരു പ്രീനാറ്റൽ സ്ക്രീനിംഗ് ടെസ്റ്റാണ്. അമ്മയുടെ രക്തത്തിലെ 2 പ്രത്യേക മാർക്കറുകളുടെ അളവ് അളക്കുന്ന ഒരു രക്തപരിശോധനയാണിത്. ഡബിൾ മാർക്കർ ടെസ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ക്രോമസോം അസാധാരണത്വങ്ങളുടെ അപകട സാധ്യത വിലയിരുത്തുകയാണ്, പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വേർഡ് സിൻഡ്രോം. ഈ ടെസ്റ്റിലൂടെ ഈ അവസ്ഥകൾ കണ്ടുപിടിക്കുന്നില്ല, എന്നാൽ കൂടുതൽ ആവശ്യകത നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു അപകട സാധ്യത നൽകുന്നു. സാധാരണയായി ഗർഭാവസ്ഥയുടെ 9ാം ആഴ്ചക്കും 14ാം ആഴ്ചക്കും ഇടയിലാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് നടത്തുന്നത്. ഡബിൾ മാർക്കർ ടെസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ താരതമ്യേന ലളിതമാണ്. രക്തസാമ്പിൾസ് ശേഖരിക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു രക്തസാമ്പിൾ എടുക്കുന്നു. ഈ രക്തസാമ്പിളുകൾ ഒരു ലബോറട്ടറിയിലേക്ക് അയക്കുന്നു. ക്രോമസോം അസാധാരണത്വങ്ങളുടെ അപകട സാധ്യത കണക്കാക്കാൻ ഈ മാർക്കറുകളുടെ അളവ് പിന്നീട് അമ്മയുടെ പ്രായം, ഭാരം, ഗർഭാവസ്ഥയുടെ പ്രായം തുടങ്ങിയ മറ്റ് ഘടകങ്ങളുമായി സംയോജിപ്പിക്കുന്നു. ഗർഭകാലത്ത് മറുപിള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഫ്രീ ബീറ്റ HCG. ഫ്രീ ബീറ്റ HCGയുടെ ഉയർന്ന അളവ് ഡൗൺ സിൻഡ്രോമിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. അതേസമയം താഴ്ന്ന നിലകൾ എഡ്വേർഡ് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കും. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് പ്ലാസ്മ പ്രോട്ടീൻ A. ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം എന്നിവയുൾപ്പെടെയുള്ള ക്രോമസോം അസാധാരണത്വങ്ങളുടെ അപകട സാധ്യതയുമായി പ്ലാസ്മ പ്രോട്ടീൻ Aയുടെ താഴ്ന്ന നില ബന്ധപ്പെട്ടിരിക്കുന്നു. ഡബിൾ മാർക്കർ ടെസ്റ്റ് വഴി അപകടം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡബിൾ മാർക്ക് ടെസ്റ്റിന്റെ ഫലങ്ങൾ 1ൽ 1000 അല്ലെങ്കിൽ 1ൽ 250 പോലെയുള്ളവ അപകട അനുപാതമായി കണക്കാക്കുന്നു. ഉയർന്ന അപകട സാധ്യത അനുപാതം ക്രോമസോം അസാധാരണത്വങ്ങളുടെ ഉയർന്ന അപകട സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, അപകട സാധ്യത അനുപാതം 1ൽ 250 എന്നതിനർത്ഥം ഗർഭപിണ്ഡത്തിന് ക്രോമസോം അസാധാരണത്വം ഉണ്ടാകാനുള്ള സാധ്യത 1ൽ 250 ഉണ്ടെന്നാണ്. ഡൗൺ സിൻഡ്രോം കണ്ടെത്തുന്നതിനുള്ള ഡബിൾ മാർക്കർ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി ഏകദേശം 85% അതായത് 85% കേസുകളും ഇത് ശരിയായി തിരിച്ചറിയുന്നു എന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ പരിശോധന തെറ്റായ പോസിറ്റീവ് അല്ലെങ്കിൽ തെറ്റായ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നിരവധി ഘടകങ്ങൾ കൃത്യതയെ സ്വാധീനിക്കും. അതായത് ഇരട്ട മാർക്കർ ടെസ്റ്റിൽ അമ്മയുടെ പ്രായം, ഭാരം, ചില രോഗാവസ്ഥകൾ, സാന്നിധ്യം എന്നിവയെല്ലാം സ്വാധീനിക്കുന്നതാണ്. ഇനി ആരിലൊക്കെയാണ് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് നിർദ്ദേശിക്കാറ് എന്ന് നോക്കാം. എല്ലാ ഗർഭിണികളിലും ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഉയർന്ന അപകട സാധ്യത ഘടകമുള്ളവർക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അതായത് 35 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക്, അതുപോലെ ക്രോമസോം അസാധാരണത്വങ്ങളുടെ കുടുംബചരിത്രമുള്ളവരിലും, അതുപോലെ ക്രോമസോം തകരാറുള്ള മുൻ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അസാധാരണമായിട്ടുള്ള അൾട്രാസൗണ്ട് കണ്ടെത്തലുകളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഡബിൾ മാർക്ക് ടെസ്റ്റ് നിർദ്ദേശിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.